24-ന്റെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിനെത്തിയ മുഴുവൻ മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെയുള്ള ഒരു ദൃശ്യമാണത്. ചീഫ് സെക്രട്ടറിയും ഈ യോഗത്തിനെത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് മറ്റൊരു വാർത്ത നമുക്ക് വരുന്നത് DGP മുഖ്യമന്ത്രിയെ കാണാൻ എത്തി എന്നതാണ്. അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ പ്രതിയായൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ പുനരന്വേഷണം എന്നൊരു ഉത്തരവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഏതായാലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഈ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം തന്നെ അതുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ആ തീരുമാനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അറിയാനാണ്. മാധ്യമങ്ങളോടത് മുഖ്യമന്ത്രി വിശദീകരിക്കും. യോഗം തുടരുകയാണല്ലോ അല്ലേ? അനുജ, VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം തുടരുകയാണ്. ഈ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വാർത്താ സമ്മേളനം ഉണ്ട് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു. യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നോർത്ത് മീഡിയ ഹാളിലായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ഒപ്പം തന്നെ UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ അഴിമതി നിരോധന സംവിധാനമായ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. ഇതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലക്കടിച്ച കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകും. അത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരേണ്ട കാര്യമില്ല. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ആലോചിച്ച് ചെയ്താൽ മതി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പുനരന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പ്രതിയായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽ കല്ലിയൂരിനെ കുറ്റമുക്തനാക്കുന്ന ഒരു റിപ്പോർട്ടാണ് മറ്റും നൽകിക്കൊണ്ടിരുന്നത്. അതിൽ മാറ്റം വരും. കാരണം ഇതിന്റെ ഈ തലക്കടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ അവഗണിച്ചാണ് അന്നൊരു തീരുമാനത്തിലേക്ക് റിപ്പോർട്ടിലേക്കുമൊക്കെ പോയത്. എന്നാൽ ഇനി അത് സാധ്യമല്ല. പുതിയ സർക്കാർ അതിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് സൂചന. കാരണം യൂത്ത് കോൺഗ്രസിൽ നിന്നും KSUവിൽ നിന്നുമൊക്കെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ജനാഭിലാഷം നിറവേറ്റുന്നതിനൊപ്പം പാർട്ടിക്കകത്ത് ഉയരുന്ന സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ആശംസ വരുന്നുണ്ട്. UDF സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കും. സർക്കാരിന്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് വേണ്ടി പോരാടിയവരാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. പ്രചാരണം നടത്തിയ ഓരോ UDF പ്രവർത്തകനും സമൂഹ മാധ്യമ പോരാളികൾക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. VD സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു വാചകം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ KC വേണുഗോപാലിന് നന്ദി എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.